ഒരു ചോദ്യം, ആധുനിക ലോകത്ത് പുതിയ സാങ്കേതിക സംവിധാനങ്ങളുടെ ആവിർഭാവത്തോടെ ഈ പ്രാചീന കലാരൂപങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളും അതിജീവനവുമാണ്. അത് വളരെ പ്രസക്തമാകുന്നൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ രൂപനിർണ്ണയം ചെയ്തിട്ടുള്ളത് തന്നെ ഒരു പഴയ വെളിച്ചത്തിൽ, ഒരു പറവട്ടത്തിൽ കളിക്കുക എന്ന രീതിയിലാണ്. ഇപ്പോൾ കഥകളിയുടെ ആഹാര്യം നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ മാത്രം ശോഭിച്ച് കാണുന്നതാണ് അതിൻ്റെ മേക്കോപ്പും ആഭരണങ്ങളുമല്ല. അതേപോലെ തന്നെ പറവട്ടത്തിൽ ഏറ്റവും ഒരു നിലവിളക്കിൻ്റെ വെളിച്ചത്തിന് പ്രസരിക്കാവുന്ന മേഖലയ്ക്കകത്ത് ഒതുങ്ങി നിന്ന് കളിക്കലാണ് ഈ കല്ലുവഴി സമ്പ്രദായത്തിൽ കഥകളി നടൻ നിഷ്കർഷയായിട്ട് അഭ്യസിക്കുന്നത്. പക്ഷേ ഈ രണ്ടും അപ്രായോഗികമാകുന്ന രീതിയിൽ ആധുനിക വേദികളുടെ വിസ്തീർണം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ സ്ഥലവും ഉപയോഗിക്കാൻ നടൻ പരിശീലിക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം. അല്ലെങ്കിൽ ആ നടൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് മാത്രം വെളിച്ചം ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ വെളിച്ചത്തിൻ്റെ ക്രമീകരണത്തിൽ നൂതനത വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പഴയ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കളിച്ചാൽ മതി എന്ന് തീരുമാനിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ കണ്ണുകൾ ഈ പുതിയ ആധുനിക ദീപ സംവിധാനങ്ങളുടെ ഒരു വലയിൽ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ചു പോകാനാവാത്ത വിധം നമ്മൾ ഈ പുതുമയെ സ്വാംശീകരിച്ചോ ശീലിച്ചോ കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ സമാന്തരമായിട്ട് അവനവൻ്റെ തന്നെ പ്രകടനങ്ങളെ കാണാൻ വീഡിയോ ചെയ്ത ആ പഴയ രേഖകൾ പരിശോധിക്കാനും സ്വയം തിരുത്താനും കഴിയുന്നു എന്നതാണ് പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ നടന്നു നൽകുന്ന മറ്റൊരു സഹായം. പണ്ടാണെന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ അഭ്യസിക്കുന്ന കാലത്ത് തെറ്റുകൾ തിരുത്താൻ ഗുരുനാഥൻ എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ അഭ്യാസം പൂർത്തിയായതിനു ശേഷം നടൻ്റെ ശരീരപ്രകടനങ്ങളിൽ വന്നു ചേർന്നിട്ടില്ല. കാലത്തിനിടയിൽ ഉണ്ടാക്കാൻ കുറേ പരിക്കുകളുണ്ടല്ലോ. വന്നു ചേർന്ന ഈ ചെറിയ അപഭ്രംശങ്ങൾ തിരുത്താനോ അശുദ്ധീകരിക്കാനോ യാതൊരു സംവിധാനവും വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടായിരുന്നില്ല. അതുണ്ട് എന്നത് പുതിയ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തോടെ നടന് ലഭിക്കുന്ന ഒരു വരദാനമാണ്. വാസ്തവത്തിൽ എല്ലാ നടന്മാരും ഇത് വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ തലമുറയിലെ കലാകാരന്മാർ സ്വന്തം പ്രകടനങ്ങളെ ഈ രൂപത്തിൽ ഒരു ആത്മവിശകലനത്തിന് വേണ്ടി ഈ വീഡിയോ രേഖകളെ അവലംബിക്കുന്നുണ്ട് എന്നതാണ്. അത് വളരെയേറെ സഹായകമാണ്. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുന്നത് പോലെ തന്നെ സ്വന്തം പ്രകടനത്തിലുള്ള വൈകല്യങ്ങൾ സ്വയം തിരിച്ചറിയാൻ നടനെ പ്രാപ്തനാക്കുന്നു എന്നത് ചെറുതല്ലാത്ത സഹായം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വെല്ലുവിളികൾ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതാണ്. ഈ പുതിയ വെളിച്ചത്തിന് അനുഗുണമായി ഇതിൻ്റെ ചലനങ്ങൾ പലതും നിലവിളക്കിൻ്റെ വെളിച്ചവുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചതാണ്. അപ്പോൾ നിലവിളക്കിൻ്റെ വെളിച്ചമല്ലാത്ത പുതിയ രംഗവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് ചലനങ്ങൾക്ക് പലതും പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആധുനിക വെളിച്ചത്തിന് അനുഗുണമായി ഇതിനെ പുനർനിർമ്മിക്കുക എന്നതാണ് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. ആ ദിശയിലൊരു നവീകരണമോ ശുദ്ധീകരണമോ വാസ്തവത്തിൽ കഥകളിൽ സംഭവിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു ചോദ്യം, ദുബായ് ഉത്സവം പോലുള്ള വേദികളുടെ പ്രസക്തി ആസ്വാദകൻ്റെ കാഴ്ചപ്പാട് അത് പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലാണ്. നാട്ടിൽ ലഭിക്കുന്നതിൽ കൂടുതൽ കാമ്പുള്ള ആസ്വാദകരെ ഈ വിദേശ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു ഭാഗത്ത്. അതൊരു പക്ഷേ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഒരു ഗൃഹാതുരത അവരെ സഹായിക്കുന്നുണ്ടാവാം. അപ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം നൽകാൻ ഈ ഉത്സവത്തിന് സാധിക്കുന്നുണ്ടാവാം. അതാവാം ഒരു പക്ഷേ ഈ അത്ഭുതകരമായ ആവേശത്തിൻ്റെ അടിസ്ഥാനം. ഇതിന് സമാന്തരമായി തന്നെ വളരെയേറെ ശാസ്ത്രീയത ഉള്ള അല്ലെങ്കിൽ അവഗാഹമുള്ള കളരി പാഠങ്ങളുള്ള നിഷ്കർഷകളുള്ള സങ്കേതബദ്ധങ്ങളായ കഥകളിയുടെ അംശങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ അരങ്ങനുഭവം പ്രേക്ഷകരെ പോലെ തന്നെ കഥകളി പ്രയോക്താക്കൾക്കും അത്രയേറെ ബലപ്പെട്ടതാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകനെ ആദ്യന്തം ഒരേപോലെ സാഗൂതം ശ്രദ്ധാലുവായി നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ നാട്ടിലെ കഥകളി വേദികൾ പോലും സുലഭമായി ലഭിക്കാറില്ല എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രസക്തി ചോദിക്കാനില്ല. കാരണം ഇത്രയേറെ കലാകാരന്മാരെ സംബന്ധിച്ച് ഇത്ര ഉത്തേജനം നൽകുന്ന, ഇത്രയേറെ ആത്മവിശ്വാസം നൽകുന്ന, ഇത്രയേറെ ആവേശം നൽകുന്ന അനുഭവങ്ങൾ നാട്ടിൽ പോലും ലഭിക്കാതിരിക്കുമ്പോൾ ഇത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് പറയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. തിരനോട്ടത്തിൻ്റെ സംഭാവനകളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ചോദ്യങ്ങളിലൊന്നാണത്. കാരണം തിരനോട്ടം ഇപ്പോൾ ഈ ദുബായിൽ വെച്ച് നടക്കുന്ന 3-4 ദിവസത്തെ ഉത്സവത്തിന് ഉപരിയായി ഈ തിരനോട്ടത്തിൻ്റെ സംഘാടനത്തിൻ്റെ മികവിൽ തന്നെ കേരളത്തിലും ഒരുപാട് അരങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു.
ശില്പശാലകൾ സംഘടിപ്പിക്കപ്പെടുന്നു. അവശരായ കലാകാരന്മാരെ സംരക്ഷിക്കാനോ അവരെ സഹായിക്കാനോ വേണ്ടിയുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഏറ്റവും മിടുക്കന്മാരായ പുതുതലമുറയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു. ഈ രീതിയിൽ കഥകളി സംബന്ധമായ പ്രവർത്തനത്തിന് അത്രയേറെ വിപുലപ്പെടുത്താൻ തിരനോട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്ഭുതകരമായൊരു ഉണർവ്, ഒരു ഉത്തേജനം ഈ മേഖലയിൽ നിർമ്മിച്ചെടുക്കാനും ഈ സംരംഭത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ തിരനോട്ടത്തിൻ്റെ ഓരോ ശ്രമങ്ങളെയും വളരെ ആദരവോടും അതേപോലെ തന്നെ അത്ഭുതത്തോടും നോക്കിക്കാണുന്നവരാണ് കേരളത്തിലെ കഥകളി സംഘാടകരിൽ മഹാഭൂരിപക്ഷം എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഉത്സവത്തിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? എങ്ങനെ? ഉത്സവത്തിൻ്റെ ഉള്ളടക്കം വളരെയേറെ ശ്ലാഘനീയമാണ്. വാസ്തവത്തിൽ ഈ കേരളീയ കലകളായിട്ടുള്ള തായമ്പകയ്ക്കും അത്ഭുതകരമായ ജനപങ്കാളിത്തം, തായമ്പകയ്ക്ക് വരുന്ന പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തം അത്ഭുതപ്പെടുത്തുന്നതാണ്. നാട്ടിൽ പോലും ഇത്രയേറെ തട്ടിച്ചുകൂടിയ ജനത്തിന് മുമ്പിൽ തായമ്പക അവതരിപ്പിക്കുന്ന സന്ദർഭം ഈ ഏറ്റവും യശസ്വികളായിട്ടുള്ള മഹാപ്രാമാണികരായ കലാകാരന്മാർക്ക് പോലും സിദ്ധിക്കാറില്ല